ഓക്കെ, എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമയമില്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ വളരെ ചുരുക്കാൻ ശ്രമിക്കാം. ഈ ആഹ്, ക ഒന്നാമത്തെ കാര്യം, ഇത് ഈ പർട്ടിക്കുലറായിട്ട് ഒരു വിഷയം എടുത്ത് പറയുന്നത് സമയം കൂടുതലാണ്. ഈ കൈയൊടിച്ച വിഷയത്തിൽ ഞാൻ രാവിലെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ജേക്കബ് മേധാവി വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് കാലിലിടുന്ന കമ്പി കയ്യിലിട്ടു എന്ന് പറയുന്ന ഒന്നും അതൊന്നും ശരിയല്ല. ജോയിന്റിൽ ഇളക്കമുണ്ട്. അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പുറത്തുനിന്ന് അകത്തേക്ക് വയറിടും. അത് 3-4 ആഴ്ച മാത്രം നിലനിൽക്കുന്ന സാധനമാണ്. സാധാരണഗതിയിൽ ചെയ്യുന്നതാണ്. അന്വേഷണം ഇന്ന് തന്നെ നടത്തണം എന്നാണ് അവർ പറയുന്നത്. ഇന്ന് തന്നെ നടത്തണം. എന്നിട്ട് അക്കാര്യത്തിലൊരു അവബോധം ഉണ്ടാകണം എന്ന് പറയുന്നു. ഇന്നലത്തെ ആ നാക്കിൻ്റെ വിഷയം അത് ഒരു വീഴ്ചയാണ്. 10-25 സർജറി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. ഒരു 27. ചെറുനാക്ക് എന്ന് പറയുന്ന വിഷയം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആ ലിസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടില്ല. ഈ കുട്ടിക്കും ചെറുനാക്കുണ്ട് എന്നുള്ള, അല്ല, അബദ്ധം ഉണ്ടെങ്കിൽ അബദ്ധം തന്നെയാണ് കേട്ടോ, അതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ ആ നിലയിൽ ഇനിയിപ്പോൾ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തല്ലോ. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ പട്ടികടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പട്ടികടിയാണ്. വന്യമൃഗാക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ നമ്മൾ വാർത്ത കൊടുക്കുന്നത് പോലും ഒരു അൽഗുരിതം ബേസ്ഡിലാണോ എന്ന് സംശയമുണ്ട്. ഇന്നലെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി. ഇന്ന് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകണം എന്നുള്ളത് മാധ്യമ ലോകത്തിൻ്റെ ഒരു തീവ്രമായ ആഗ്രഹം വരുമ്പോൾ ഒന്ന് സംഭവിക്കും എന്ന് പറയുന്ന പോലെ ഒരു പരാതി വരികയാണ്, ഉടനെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയാണെന്നുള്ളതാണ്. ഞാൻ അടക്കമുള്ള മാധ്യമ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അത് കിടക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള പൊതു ആരോഗ്യ രംഗം ഉണ്ടല്ലോ, ആ പൊതു ആരോഗ്യ രംഗം മറ്റൊരാൾക്ക് അസൂയപ്പെടാൻ പോലും കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന സംവിധാനങ്ങളാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ ആശുപത്രികളുടെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സർക്കാർ ആശുപത്രികളുടെ, നിങ്ങളൊക്കെ സർക്കാർ ആശുപത്രി പോലും, ഞാൻ എൻ്റെ മൂക്കിനൊരു സർജറി ഉണ്ടായ സമയത്ത് 2010-11 കാലഘട്ടത്തിൽ, 10-11 ആണെന്ന് തോന്നുന്നു, ഞാൻ എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. എനിക്ക് 2000 റുപ്യയെ ചിലവായിട്ടുള്ളൂ. അരുൺ, മൂക്കിൻ്റെ ഒരു സർജറി ആയിരുന്നു, 2000 റുപ്യ. ഞാൻ ഇന്നും എൻ്റെ ആരോഗ്യ പ്രശ്നത്തിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേ പോവുള്ളൂ. നോക്കൂ, നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടു കൊടുക്കാൻ ധൈര്യം വേണമെങ്കിൽ ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിലേ പറ്റൂ എന്നുള്ളതാണ് വിഷയം. അവിടെ ചിലപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇരിക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഇരിക്കാനുള്ള കസേര കിട്ടിയിട്ടുണ്ടാവില്ല. ഈ വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ഊഴം തെറ്റി ചിലപ്പോൾ അന്ന് കൺസൾട്ടേഷൻ അവസാനിപ്പിച്ച് ഡോക്ടർമാർ നേരത്തെ പോയിരിക്കാം. നോക്കൂ, 2500 മുതൽ 3000 വരെ ഇൻപേഷ്യൻ്റ് ഔട്ട് ഒരു ദിവസമുണ്ട്. അതായത് ഒരു മാസം എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം 3 ലക്ഷം ആളുകൾ ഒരു ആശുപത്രിയിൽ കയറി ഇറങ്ങി പോവുകയാണ്. അത്രയധികം ശസ്ത്രക്രിയകൾ നടക്കുകയാണ്. നിങ്ങൾക്കറിയോ, RCCയിൽ ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ നടത്തുന്നുണ്ട്, MCCയിലും RCCയിലും. ഈ റോബോട്ടിക് സർജറി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെയും. കോട്ടയം മെഡിക്കൽ കോളേജിലും ഈ പറയുന്ന എറണാകുളം ജില്ലാ ആശുപത്രിയിലും ഒക്കെ വരുന്ന ഹൃദയ ശസ്ത്രക്രിയകളുടെ എണ്ണം കെട്ടി ഞെട്ടിപ്പോവും. നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങളൊന്ന് ഈ ടെറൈനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ്, എത്ര മെഡിക്കൽ കോളേജുകളാണ്. ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ആയാലും മൾട്ടി സ്പെഷ്യൽ സഹസ്ര കോടികളാണ് നിക്ഷേപം. ഈ സഹസ്ര കോടികൾ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ വെറുതെ ഇരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഈ ഈ പറയുന്ന ഡോക്ടർമാരെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഈ ഏറ്റവും നമ്മളിപ്പോൾ കാണുന്ന സർക്കാർ ആശുപത്രികളുടെ, അല്ലെങ്കിൽ സർക്കാർ ജില്ലാ ആശുപത്രികളുടെ, മെഡിക്കൽ കോളേജുകളുടെ അസറ്റ് എന്ന് പറയുന്ന കെട്ടിടമല്ല, ഈ ഡോക്ടർമാരാണ്. ഈ ഡോക്ടർമാരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ആരാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് ബലമായ വിശ്വാസമുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന സ്വകാര്യ ആശുപത്രി, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പിഴവുണ്ടാകും. ഞാൻ ഒരു 3-4 വർഷം മുമ്പ് ഒരു 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 ചലച്ചിത്ര മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ആൾ, ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. തിരുവനന്തപുരത്താണ് വീട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛൻ നടന്നാണ് ആശുപത്രിയിലേക്ക് കയറിപ്പോയത്. 7-8 ലക്ഷം രൂപ ബില്ല് വന്നു. പിന്നെ പൊതിഞ്ഞ് നല്ല പാക്ക് ചെയ്ത് തന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ ഒന്നുമുള്ള ഈ പറയുന്ന ചികിത്സാ പിഴവൊന്നും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. ഞാൻ അടക്കമുള്ള മാധ്യമങ്ങൾ തയ്യാറാന്നേ. നിങ്ങളുടെ ആശുപത്രിയിൽ ഒരു ചികിത്സാ പിഴവുണ്ടായാലുണ്ടല്ലോ, ഡോക്ടർ അരുണാണ് ഇവിടെ വാർത്ത കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അരുണിന് അന്ന് വരുന്ന കോളുകൾക്കൊന്നും ഒരു കൈയും കണക്കും ഉണ്ടാവില്ല. എവിടെ പിടിച്ചാലാണ് അരുണിന് കിട്ടുക എന്ന് നോക്കി നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും. ഇവരുടെ സംഘടനകളുണ്ട്. ഇപ്പോൾ KGMCയുടെ പാവം, ഇപ്പം സ്മൃതിയുടെ പരിപാടിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദങ്ങൾ ഉയർത്തി ന്യായീകരിക്കും, ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കുറിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാട്ടെ.
കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയായിരിക്കും സ്ഥിതി. അതിനകത്തുള്ള ഈ സ്വകാര്യ ഡോക്ടർമാരുടെയൊക്കെ സംഘടനകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ മാനേജ്മെൻറ്റിൻ്റെ സംഘടനകൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഭരണ നേതൃത്വത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഇക്കോസിസ്റ്റത്തിൽ ഈ സർക്കാർ ആശുപത്രികൾ വളരെ എന്താ പറയുക, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടയിടാൻ ശ്രമിച്ചാണ്ടല്ലോ, അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ഓക്കെ. Meet the editors.